ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയുടെ എന്താ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ആ ഈ ഒരു മേഖലയിൽ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഏട്ടൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനായിട്ട് തന്നെ കാണുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇപ്പോൾ അവസാനം ഹിറ്റായിട്ടുള്ള തുടരും സിനിമയിലെ ഒരു ഒരു നല്ലൊരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാൻ സാധിച്ചു. ആ പടം ഹിറ്റാവുകയും ചെയ്തു. അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള സിനിമകളിൽ എല്ലാം തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളിലും തന്നെ അച്ഛൻ മകൻ എന്നുള്ളൊരു കോമ്പിനേഷൻ ലാലേട്ടനുമായിട്ടുണ്ടായിരുന്നു. അത് അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി വല്ലാത്ത രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛന് തന്നെ എപ്പോഴും അച്ഛൻ്റെ പല ഇൻ്റർവ്യൂസിലും അച്ഛൻ പറയാറുണ്ട്, ലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേക നിർവൃതി ലഭിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടന് കിട്ടിയ ഈ പുരസ്കാരം എൻ്റെ കുടുംബത്തിൽ കിട്ടിയ ഒരു പുരസ്കാരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. നമുക്കറിയാം, തിലകൻ സാറിൻ്റെ ഓർമ്മകളോടെ പങ്കുവെക്കുകയാണെങ്കിൽ കിരീടം ചിത്രത്തിൽ കത്തി താഴെയിട എന്ന് പറയുന്ന ആ ഒരു രംഗം അതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കട്ട്സുകളായിട്ട് വന്നാൽ ഭയങ്കര വൈറലാവുന്ന വീഡിയോ ആണ്. അത് യഥാർത്ഥത്തിൽ ഒരു അച്ഛനും മകനും അല്ല എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അത്രയും വൈകാരികമായിട്ട് ഇഴയടപ്പത്തോടു കൂടിയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. അവരുടെ ഒരു കോംബോ തന്നെ വലിയൊരു നേട്ടമല്ലേ മലയാളത്തിന്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അച്ഛൻ ആ കത്തി താഴെ ഇടറ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ലാലേട്ടൻ്റെ കഥാപാത്രം ആ കത്തി താഴെ ഇടണമെങ്കിൽ ഒരച്ഛൻ്റെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അച്ഛൻ്റെ സ്നേഹമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ലാലേട്ടനും എൻ്റെ അച്ഛനും തമ്മിലുള്ള ആ ഒരു ആഴത്തിലുള്ള ആ ഒരു ബന്ധം തീർച്ചയായിട്ടും ഒരു അച്ഛൻ മകൻ ബന്ധമായിട്ട് തന്നെയാണ് ഞങ്ങളും കാണുന്നത്. ഞങ്ങൾക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. തിലകൻ സാർ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷം തോന്നിയേനെ, വലിയ അഭിമാനം തോന്നിയേനെ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക ഒരു നിർവൃതി ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ തമ്മിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ചെയ്യുന്നതല്ല, അറിഞ്ഞു ചെയ്യുന്നതാണ്. അത് സ്വാഭാവികമായി വരുന്നതാണ്. അങ്ങനെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് തിലകൻ സാറുള്ളപ്പോൾ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഞങ്ങളോടും പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ പല ഇൻ്റർവ്യൂസിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛന്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റാരെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനായിരുന്നേനെ.